ഹലോ ഫ്രണ്ട്സ്, നല്ല അടിപൊളിയായിട്ടുള്ളൊരു ബീഫ് മന്തി റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല കളർ ചേർക്കാത്ത കളർഫുൾ മന്തിയാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് കൂടി ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതാ മക്കൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബീഫ് മന്തി റെസിപ്പിയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് എങ്ങനെ ഉണ്ടാക്കാം, ഇൻഗ്രീഡിയൻസൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു വെറൈറ്റി, അതും കൂടി ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാ ഞാൻ ബസുമതി അരി എടുത്തിട്ടുണ്ട്. ഇന്ത്യ ഗേറ്റിൻ്റെ വൈറ്റ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിനൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൂടുതൽ സമയം നമ്മൾ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണ്ട. നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ ഒരു 10 മിനിറ്റ് മുന്നേ തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി വിചാരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് സോക്ക് ചെയ്ത് വെച്ചാൽ തന്നെ നമുക്ക് പെട്ടെന്ന് റെഡിയാക്കി എടുക്കുക. അല്ലാത്ത നല്ല വേവുള്ള അരിയാണെന്നുണ്ടെങ്കിൽ അത് കൂടുതൽ സമയം നമ്മൾ വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കേണ്ടി വരും. അപ്പോൾ ഇതാ 3 കപ്പ് അരി എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് ഞാനിതാ ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ബീഫും മസാലയൊക്കെ റെഡിയാക്കി എടുക്കാം. അതുപോലെ തന്നെ ഊറ്റിയെടുത്തിട്ടല്ല, നെയ്ച്ചോറ് വെക്കണ രൂപത്തിൽ വെള്ളം വറ്റിച്ചിട്ടാണ് ഞാൻ ചോറും റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് ഈ ഒരു റൈസും എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇതാ ബീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇതുപോലെ മീഡിയം സൈസ് ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നല്ല വലിയ 2 എല്ല് പീസും ഉണ്ട് കേട്ടോ. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. അതും കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ്. പിന്നെ കറണ്ട് ഇല്ല ഗൈസ്, നമ്മളെ പറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് വെളുത്തുള്ളി ഇഞ്ചിയും കല്ലിൽ വെച്ചിട്ടാണ് ഇന്ന് ചതച്ചെടുക്കുന്നത്. ഇങ്ങനെ കല്ലിൽ വെച്ച് ചതച്ചെടുക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഒന്നിച്ചിട്ടിട്ട് ചതക്കാൻ നിൽക്കരുത്. അപ്പോൾ ഒന്നും നടക്കില്ല. കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ചതയാതെ കിടക്കും. കുറച്ച് നല്ല മുഴുവനായിട്ടും അങ്ങനെ തന്നെ കിടക്കും. കുറഞ്ഞത് മാത്രമേ ചതഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ കുറേശ്ശെ ഇട്ടിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്ത് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് നമ്മൾ വിചാരിച്ച രൂപത്തിലേക്ക് ആയി കിട്ടും. ഇനി പൊടിക്കാനും ഇതുപോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. ഫുൾ ക്ലീൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ഭാഗമൊക്കെ നമുക്ക് നന്നായിട്ടൊന്ന് കഴുകി വൃത്തിയാക്കി എടുത്ത് വെക്കാം. എന്നാൽ ഇതൊന്നും ഇനി ആവശ്യമില്ലല്ലോ. അപ്പോൾ ഇനി അവിടെ വെക്കേണ്ട കാര്യമില്ല. പിന്നെ നമ്മൾ എന്ത് സംഭവം അപ്പോൾ തന്നെ കഴുകുകയാണെന്നുണ്ടെങ്കിൽ അതിൽ പറ്റി പിടിക്കുക, നമുക്ക് കൂടുതൽ എഫേർട്ട് എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. കുറച്ച് സമയം എടുത്താൽ അത് ഉണങ്ങി അതിൽ പറ്റി പിടിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ നല്ല എഫേർട്ട് എടുത്തിട്ട് തന്നെ കഴുകി വൃത്തിയാക്കേണ്ടി വരും. ഇനി നമുക്ക് റൈസിന് വേണ്ടിയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഒന്ന് റെഡിയാക്കി എടുക്കാം. റൈസിനല്ല, മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ ഇതാ ഞാനൊരു സവാള എടുത്തിട്ടുണ്ട്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ഇനി സവാള വലിയ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് സ്കിപ്പ് ചെയ്യുക. ഇനി അതല്ല കൂടുതൽ ഗ്രേവി ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ 2 or 3 അതും എടുക്കാം കേട്ടോ. 1 കിലോ ബീഫാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാളയാണ് ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ അത് ഞാനൊരു ഭാഗത്തേക്ക് വെച്ചു. ഇനി ഇഞ്ചി വെളുത്തുള്ളി അതും റെഡിയാക്കി വെച്ചു. പിന്നെ ഇത് ബട്ടറും എടുത്ത് വെച്ചു. ഇങ്ങനെ ആവശ്യമുള്ള സാധനമൊക്കെ നമുക്ക് എടുത്ത് വെച്ചാൽ നമുക്ക് ഉണ്ടാക്കുമ്പോൾ ഭയങ്കര ഈസിയാവും. മറ്റേ നമ്മൾ അതെവിടെ ഇതെവിടെ എന്ന് പറഞ്ഞാൽ ഓരോന്നും എണ്ണയൊക്കെ ചൂടായതിൻ്റെ ശേഷമായിരിക്കും കടുക് എവിടെ കറിവേപ്പില എവിടെ എന്ന് ഓടുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല. അങ്ങനെ എല്ലാം നമ്മൾ തൊട്ടടുത്ത് തന്നെ വെക്കുക. ഗ്യാസ് സ്റ്റോവിൻ്റെ തൊട്ടടുത്ത് തന്നെ വെച്ചാൽ പെട്ടെന്നുണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതാ പട്ട, ഗ്രാമ്പു, ഏലക്ക അതുപോലെ തന്നെ മാഗി ക്യൂബ് ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇടയ്ക്ക് കടിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ചെറിയ ഒരു കടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ കുരുമുളകും വെച്ചിട്ടുണ്ട്. പിന്നെ അറബിക് മസാല നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള അറബിക് മസാല. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മളുടെ മുൻ വീഡിയോയിൽ ചെക്ക് ചെയ്താൽ തന്നെ കാണാൻ കഴിയും. ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിയില എടുത്തു നന്നായിട്ട് കഴുകി വൃത്തിയാക്കി അതും ജസ്റ്റ് ചെറിയ പീസസ് ആക്കിയിട്ട് ഒന്ന് കട്ട് ചെയ്തിട്ട് അതും എടുത്ത് വെക്കുന്നുണ്ട്. അങ്ങനെ സംഭവങ്ങളൊക്കെ നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ മനസ്സിനും നമ്മുടെ ജോലിക്കും ഒക്കെ പകുതി ഒരു ഭാരം കുറഞ്ഞതുപോലെ തോന്നും. ഓടിപ്പായേണ്ട ഒരു ഗതികേട് വരില്ല കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ കുക്കർ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. ബീഫാണല്ലോ, അത്യാവശ്യം നല്ല വേവ് ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഞാൻ കുക്കറിലാണ് മസാല റെഡിയാക്കി എടുക്കുന്നത്. ഇനി ഇതിലേക്ക് സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുക്കുക. പട്ട, ഗ്രാമ്പു, ഏലക്ക അതുപോലെ തന്നെ കുരുമുളക് ഇത്രയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഹോളായിട്ടുള്ള മല്ലി ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അത് ബീഫ് മസാലയിലും ചേർക്കുക, അതുപോലെ തന്നെ റൈസ് ഉണ്ടാക്കുമ്പോഴും ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതില്ലാത്തതുകൊണ്ട് ഞാനത് സ്കിപ്പ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള ചേർത്ത് കൊടുക്കുക. ഇനി ചെറിയ കുഞ്ഞു കുഞ്ഞു പീസസ് ആയിട്ട് ചെറിയ സ്ക്വയർ ഷേപ്പിലുണ്ടല്ലോ, അങ്ങനെ കട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇങ്ങനെ ചെയ്താലും സവാള നന്നായിട്ട് വെന്ത് അതിൻ്റെ കൂടെ അങ്ങോട്ട് അലിഞ്ഞു പോകും, അതും കാണുമൊന്നുമില്ല കേട്ടോ. ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ നന്നായിട്ട് വഴന്ന് കിട്ടുമൊന്നും വേണ്ട കേട്ടോ. കുക്കറിലിട്ടിട്ട് നമ്മൾ ജസ്റ്റ് കൂക്കിച്ചെടുക്കണം, അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ അതിൻ്റെ ഒരു ആവശ്യമില്ല. ഇനി മാഗി ക്യൂബ് 2 പീസസാണല്ലോ അതിലുണ്ടാവുക, അത് രണ്ടും മുഴുവനായിട്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമുക്ക്. അങ്ങനെ നമ്മളുടെ മാഗി ക്യൂബൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് മിക്സായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അറബിക് മസാല ചേർത്ത് കൊടുക്കാം. നല്ലൊരു വാസന ഈ സമയത്ത് നമുക്ക് ഇങ്ങനെ വരും കേട്ടോ. ഇതിങ്ങനെ ഇളക്കി ആ ഒരു ബട്ടറിൽ ചേർന്നിട്ട് ആ ഒരു എണ്ണയിൽ കടന്നിട്ട് ആ ഒരു മസാലയുടെ വാസന, ആ ഉള്ളിയുടെ വാസന, അടിപൊളി ഒരു വാസനയാണ് ഈ സമയത്ത് വരും കേട്ടോ. ഇനി കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, മാഗി ക്യൂബിൽ ഓൾറെഡി ഉപ്പുള്ളതാണ് കേട്ടോ. പിന്നെ സ്പൈസിക്ക് വേണ്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളകും ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ പച്ചമുളക് ചേർക്കണില്ല, കുരുമുളക് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ബീഫും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇത്ര തന്നെ ഉള്ളു പരിപാടി, സംഭവം കഴിഞ്ഞു. ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ വേവിക്കുക. ആദ്യം ഒരു 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. ഈ കുക്കർ വിസിലടിക്കില്ല, അതുകൊണ്ട് ഞാൻ സമയം അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് വെക്കാറുള്ളത്. ഇത് റൈസൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി കുക്കറാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വിസിൽ വരുന്ന കുക്കറാണെന്നുണ്ടെങ്കിൽ അതിൽ 3 വിസിൽ ഹൈ ഫ്ലെയിമിലും 1 വിസിൽ ലോ ഫ്ലെയിമിലും വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ തന്നെ നല്ല ഉഷാറായിട്ട് വെന്ത് കിട്ടും. പിന്നെ അവസാനമായിട്ട് ഞാൻ മല്ലിയില കൂടി വിതറിയിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ചു. കുക്കറിൻ്റെ വെയിറ്റൊക്കെ ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് ടൈറ്റ് ആക്കിയിട്ട് അടച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. ഈ സമയം കൊണ്ട് നമുക്ക് റൈസിലേക്കുള്ള എല്ലാ സംഭവങ്ങളും റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 2 പച്ചക്കറിയാണ് എടുത്തിട്ടുള്ളത്. ഹാഫ് ക്യാപ്സിക്കം, അതുപോലെ തന്നെ ഒരു മീഡിയം സൈസ് ക്യാരറ്റ്. അപ്പോൾ അത് നന്നായിട്ട് കഴുകി അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് കുരുവൊക്കെ കളഞ്ഞ് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ചെറിയ പീസസ് ആക്കിയിട്ട് ക്യാപ്സിക്കം കട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രേറ്റർ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട് ക്യാരറ്റ്. അങ്ങനെ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കട്ട് ചെയ്തിട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മക്കൾ അതെടുത്തിട്ട് പുറത്തേക്ക് ഇടും. അപ്പോൾ അത് അവർക്ക് കിട്ടാതിരിക്കാൻ, കഴിക്കും വേണം എന്നാൽ അവർക്ക് കയ്യിൽ കിട്ടുകയും ചെയ്യരുത്, അങ്ങനെ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്യണത്. പിന്നെ കൂടുതലൊന്നും വേണ്ട. ഈ ഒരു മീഡിയം സൈസ് അത്യാവശ്യം വലുപ്പമുള്ളത് കൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പകുതി മാത്രമേ എടുത്തിട്ടുള്ളൂ. ഗ്രേറ്റ് ചെയ്യുമ്പോൾ തന്നെ അത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി പോലെ തോന്നുമല്ലോ, അപ്പോൾ അത് ഞാൻ കുറച്ച് എടുത്തിട്ടുണ്ട്. അതും ഒരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുത്തു. ഇനി ക്യാപ്സിക്കം ചെറിയ പീസസ് ആക്കിയിട്ടൊന്ന് കട്ട് ചെയ്തു. നീളത്തിലുള്ള കട്ടി കുറഞ്ഞ ചെറിയ പീസസ് ആക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഈ ഒരു സംഭവങ്ങളൊക്കെ ഇതിലിട്ടിക്കണമെന്ന് മക്കൾക്ക് തന്നെ അറിയാൻ പോലും കഴിയൂല. പിന്നെ ഇതൊക്കെ ഇട്ട് നമ്മൾ മന്തി റൈസൊക്കെ വെക്കുമ്പോൾ തന്നെ അതിങ്ങനെ വെന്ത് വരുമ്പോൾ നല്ലൊരു അടിപൊളി വാസന ഉണ്ട് വരാൻ, അടിപൊളി ടേസ്റ്റ് വേണം. ഇതുപോലെ ട്രൈ ചെയ്യാത്ത, ഇതുവരെ നിങ്ങളാരും ട്രൈ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ടേസ്റ്റാണ്, കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഇതാ അത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു പ്ലേറ്റ് എടുത്തു. അതിലേക്ക് മാഗി ക്യൂബ്, ഡ്രൈ ലെമണ്, കുറച്ച് സ്പൈസസ്, അതായത് ഗ്രാമ്പൂ, പട്ട, ഏലക്ക, കുരുമുളക്. ഈ സമയത്ത് നമുക്ക് ബേ ലീവ്സ് ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മല്ലി, ഹോൾ മല്ലി ഉണ്ടെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. അതൊക്കെ നല്ല ടേസ്റ്റ് കൂട്ടും കേട്ടോ. പിന്നെ ഞാനിതാ ഒരു വലിയൊരു കടായി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ഞാൻ ബട്ടർ കൊണ്ടുവന്ന ഉടനെ ഇതുപോലെ ചെറിയ പീസസ് ആക്കിയിട്ട് ഇങ്ങനെ ഒരു പാത്രത്തിലിട്ട് കണ്ട് അടച്ചു വെച്ചിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കാറ്. അത് ഉപയോഗിക്കാനുള്ള യൂസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മറ്റേ നല്ല തണുപ്പുള്ള സമയത്താണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ടായി കിട്ടാനും ഒക്കെ ബുദ്ധിമുട്ടാവും. കട്ട് ചെയ്ത് കണ്ട് ചെറിയൊരു പീസസ് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ നല്ല ഈസിയാണ്. ഇനി ബട്ടറൊക്കെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി അതിലേക്ക് ഞാൻ സ്പൈസസൊക്കെ ചേർത്ത് കൊടുത്തു. അതോടൊപ്പം തന്നെ ബട്ടറിലേക്ക് സ്പൈസ് ചേർത്തു. നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള പച്ചക്കറികൾ ചേർത്തു. ഡ്രൈ ലെമണ് ചെറിയൊരു ഹോളാക്കി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് നമ്മളുടെ റൈസിലേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചേർത്തിട്ടുള്ളത്. മാഗി ക്യൂബ് ഉണ്ടായിരുന്ന 2 പീസസും, അതായത് ഒറ്റ ബോക്സിൽ 2 ചെറിയ പീസസ് ആയിരിക്കുമല്ലോ ഉണ്ടാവുക. അപ്പോൾ ആ 2 പീസസ് നന്നായിട്ട് കൈ വെച്ചിട്ട് നിരട്ടിയിട്ട് അതും ചേർത്ത് കൊടുത്തു. ഇനി നമ്മളുടെ
റൈസ് ഉണ്ടല്ലോ, കഴുകി വൃത്തിയാക്കി ഡ്രൈൻ ചെയ്ത് വെച്ചിട്ടുള്ള റൈസ് അതും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ റൈസ് പൊടിയാനോ അല്ലെങ്കിൽ മുറിയാനോ ഒന്നും പാടില്ല, ശ്രദ്ധിച്ച് വേണം നമ്മളൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇനി ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്ന തോതിലാണ് വെള്ളം ചേർക്കേണ്ടത്. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ അളന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ 4.5 കപ്പ് വെള്ളമൊക്കെ ഒഴിച്ച് ഞാനിതാ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഇനി അടച്ച് വെച്ചിട്ട് നമുക്ക് തിളക്കുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് തിള വന്നാൽ മീഡിയം ടു ലോ അങ്ങനെ ആക്കി വെക്കുക തീ. എന്നിട്ട് ഇങ്ങനെ വേവിച്ചെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് ചെക്ക് ചെയ്യുക വെന്തിക്കണോ ഇല്ലേ എന്നുള്ളതൊക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് കൊടുക്കാമല്ലോ. പിന്നെ നമ്മൾ ദമ്മിലിട്ട് കണ്ട് അതിൽ വെന്ത് പോണ ഒരു സംഭവം ഇല്ല കേട്ടോ. എങ്ങനെയാണോ വേവേണ്ടത് അത് ഈ സമയത്ത് തന്നെ വേവണം. പിന്നെ ഇതിലേക്ക് ആവി കയറ്റാൻ വേണ്ടിയിട്ട്, പുക വരിയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചിരട്ട അടുപ്പിലിട്ടിട്ടുണ്ട് കേട്ടോ. ചാർക്കോളൊന്നുമില്ല, അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ചിരട്ട ഒന്ന് കത്തിച്ച് കൊടുത്താൽ, അത് അടുപ്പ് ഏതായാലും യൂസ് ചെയ്യുന്നില്ല, കത്തിക്കണില്ല, അപ്പോൾ അതിൽ വെച്ചിട്ടൊന്ന് കത്തിച്ചെടുത്താൽ കനലിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് പാകത്തിന് വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട് ചോറ്. നമ്മൾ കുക്കർ തുറന്ന് നോക്കാം നമ്മൾ മസാലയുടെ അവസ്ഥ എന്താണെന്ന്. അപ്പോൾ ഇതാ കുക്കറിൻ്റെ അടപ്പും അഴിച്ചെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടുണ്ട്, മസാലയൊക്കെ നന്നായിട്ട് വെന്ത് നല്ലൊരു മണം തന്നെ വരുന്നുണ്ട് ഈ സമയത്ത്. അപ്പോൾ ഈ മന്തി മസാല അല്ലെങ്കിൽ ഈ അറബിക് മസാല ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ ഉണ്ടാക്കി നോക്കുക. അതുപോലെ മന്തിയൊക്കെ ഉണ്ടാക്കുമ്പോൾ അടിപൊളിയാണ് കേട്ടോ. ഇനി ഇതാ വലിയൊരു ചെമ്പെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ പകുതിയായിട്ടുള്ള ചോറ് ചേർത്ത് കൊടുത്തു. അതിൻ്റെ മുകളിൽ അത് ഒന്ന് ലെവൽ ചെയ്ത് കൊടുത്തു. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മളുടെ ബീഫ് മുഴുവനായിട്ടും മസാലയോട് കൂടി തന്നെ ചേർത്ത് കൊടുത്തു. പിന്നെ കുറച്ച് ഗ്രേവി മാത്രമാണ് അതിലുണ്ടായിരുന്നത്. ബാക്കി മുഴുവനായിട്ട് ഞാൻ ഇതിൽ തന്നെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് പരത്തി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ജസ്റ്റ് ഒന്ന് പരത്തിയിട്ട്, നമ്മൾ ഇളക്കുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പരത്തി കൊടുക്കുന്നത് കേട്ടോ. പിന്നെ ഈ സമയത്ത് മല്ലിയില വേണമെങ്കിൽ വിതറി കൊടുക്കുക. അപ്പോൾ ആ മല്ലിയിലയുടെ ഒരു ഫ്ലേവറും കൂടി നമ്മുടെ റൈസിലേക്ക് ചേരും. അപ്പോൾ ഞാൻ ചേർക്കണില്ല, ഓൾറെഡി നമ്മൾ മല്ലിയില ചേർത്ത് കഴിഞ്ഞതുകൊണ്ടാണ് ചേർക്കാഞ്ഞത്. ഇനി ബാക്കിയുള്ള ചോറ് മുഴുവനായിട്ട് നമുക്ക് ഈ ബീഫിൻ്റെ മുകളിലായിട്ട് നിരത്തി കൊടുക്കാം. വളരെ ഈസിയാണ് ചെയ്യാൻ. ഇത് ഞാൻ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോന്ന് കാണിക്കുന്നതുകൊണ്ടാണ് ഇത്രയും ലെങ്തി ആയിട്ട് തോന്നിക്കുന്നത്. വളരെ ഈസി ആയിട്ടും പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാം. ഇനി ബാക്കി ഗ്രേവിയും ആ ഒരു ചാറും ഒക്കെ ഇതിന് മുകളിൽ കൂടി തന്നെ ഒഴിച്ചു കൊടുത്തു. ഇനി ഇതാ നമുക്കൊരു പാത്രം വെച്ച് കൊടുക്കാം. സ്റ്റീലിൻ്റെ ഒരു പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിന് ഒന്നും സംഭവിക്കില്ല കേട്ടോ. അതുകൊണ്ട് ധൈര്യമായിട്ട് ഏത് പാത്രം വെച്ച് കൊടുക്കാം. ഇനി പഴയത് വേണോ ഒന്നും ആവശ്യമില്ല. ഇനി പാത്രം ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, ഒരു അലുമിനിയം ഫോയിൽ എടുത്തിട്ട് ജസ്റ്റ് ഇതുപോലൊരു പാത്രത്തിൻ്റെ ഷേപ്പിലാക്കി കൊടുത്താലും മതി. അപ്പോൾ ഇതാ കനൽ വെച്ചു. കുറച്ച് ഓയിൽ അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. ഏത് ഓയിലും ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് പുക വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് തന്നെ അടച്ചു കൊടുക്കുക. ഒരു വെയിറ്റും വെച്ചിട്ട് ജസ്റ്റ് ദമ്മിട്ട് വെച്ചു. ഈ ഒരു പുകൻ്റെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അതും നമ്മളുടെ റൈസിന് നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ, അടിപൊളിയായിരിക്കും. അപ്പോൾ അത് അതിൻ്റെ മുകളിലൊരു വെയിറ്റും കൂടിയും വെച്ച് കൊടുത്ത് അത്യാവശ്യം നല്ല കറക്റ്റായിട്ടുള്ള ഒരു പാത്രവും ചെമ്പും അതിൻ്റെ ഒരു അടപ്പുമാണ്. അതുകൊണ്ട് തന്നെ കൂടുതൽ പുറത്തേക്ക് പോകാനൊന്നും ചാൻസ് ഇല്ലെങ്കിലും ഒന്ന് അടഞ്ഞ് നിന്നോട്ടെ എന്ന് കരുതിയിട്ട് ഒരു വെയിറ്റും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ലോ ഫ്ലെയിമിൽ ഒരു 7 മിനിറ്റാണ് ഞാൻ വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതേ സമയം തന്നെ നമ്മൾ അടുക്കളയിൽ കഴുകാനായിട്ടുള്ള ബാക്കി എല്ലാ പാത്രങ്ങളും എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ കഴുകി, കാരണം ഈ ചൂടോട് കൂടി കഴുകിയിട്ടുണ്ടെങ്കിൽ പകുതി ജോലി അവിടെ കഴിയും. അതെല്ലാം കുറച്ച് സമയം വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നല്ല എഫേർട്ട് എടുക്കേണ്ടി വരും കേട്ടോ. അപ്പോൾ ഇതാ നമ്മളുടെ ലഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. നമ്മൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ പുകയൊക്കെ അടങ്ങിയിട്ടുണ്ട്. ആ ഒരു പാത്രം എടുത്ത് വെച്ചു, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തു. ഹൈ, എന്താ ടേസ്റ്റ്, അടിപൊളിയാണ്. ഇനി സെർവ് ചെയ്യേണ്ട ടൈമാണ്. ജസ്റ്റ് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആ മസാലയും ആ റൈസും ഒക്കെ ഒന്ന് എത്തിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് കുത്തി ഇളക്കരുത്, അപ്പോൾ നമ്മളുടെ റൈസൊക്കെ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാ അടിപൊളിയായിട്ടുള്ള നല്ല വെറൈറ്റി ആയിട്ടുള്ള സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കാം. നല്ല അടിപൊളി ഒരു തക്കാളി ചട്നിയും കൂടി ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. മറ്റൊരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.